എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കുകയാണ്. അവിടെ സീനിയർ പോലീസ് ഓഫീസേഴ്സും ഒരുപാട് സൂപ്പർ ഹീറോസും അവരെല്ലാവരും ചേർന്ന് വലിയൊരു ഡിസ്കഷൻ നടത്തുകയാണ്. കാരണം ഇത്രയും നാളും സിറ്റിയുടെ ഹൃദയഭാഗത്താണ് ആ വില്ലന്മാര് അവർ തമ്പടിച്ചിരുന്നത്. അവർക്ക് ബാർ ഫെസിലിറ്റി, ചിൽ ഫെസിലിറ്റി, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ആ ഒരു സിറ്റിയിൽ നിന്ന് അവർക്ക് വളരെയധികം എളുപ്പത്തിൽ കിട്ടിയിരുന്നു. അവർ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നവർ പരസ്പരം ചോദിച്ച് ഇപ്പൊ ഡിസ്കസ് ചെയ്യും. അതിനെല്ലാം ഉപരിയായിട്ട് ആ ഡോമർ വില്ലൻ അവനെ എത്രയൊക്കെ പിടിക്കാൻ ശ്രമിച്ചിട്ടും അവനും അവന്റെ ശിങ്കടികളും അവരെല്ലാവരും ആ ബ്ലാക്ക് ഹോൾ വഴി എവിടേക്കോ ട്രാൻസ്പോർട്ടായി. അവരിപ്പോ എവിടേക്കായിരിക്കും പോയിരിക്കുക എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഓഫീസേഴ്സ് ചേർന്ന് ഇപ്പൊ ഡിസ്കസ് ചെയ്യും. അതിനെല്ലാം ഉപരിയായിട്ട് ചിരിക്കുട്ടന് അവന്റെ പവർ നഷ്ടപ്പെട്ടു. മാത്രമല്ല ലോകം മുഴുവനുള്ളവര് അവന്റെ യഥാർത്ഥ രൂപം അത് കണ്ടു. സോ ഇനി വേൾഡില് സിംബൽ ഓഫ് പീസ് എന്ന് പറയുന്ന ഒരാളില്ല. ആ പേരിന് അർഹനായ മറ്റാരെങ്കിലും ഉടനെ കണ്ടെത്തണം. ചിരിക്കുട്ടന് പവർ ഉള്ളപ്പോ തന്നെ ആ ഒരു ഡോമർ വില്ലൻ ഒരുപാട് തവണ സിറ്റിയെ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും അവൻ തിരികെ എത്തി വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഹോസ്പിറ്റലില് ചിരിക്കുട്ടനാവട്ടെ ഒരുപാട് അടികിട്ടി അവന്റെ ബോഡിയും കൈയും കാലും എല്ലാം തകർന്ന് കിടക്കുകയാണ്. ആളുടെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ അപ്പാപ്പ മാസ്റ്ററും അതുപോലെ തന്നെ കണ്ണാടി പോലീസും ഉണ്ട്. അപ്പൊ ചിരിക്കുട്ടൻ പറയും, എനിക്ക് എന്ത് വില കൊടുത്തും ഡോമർ പയ്യനെ അവനെ തിരികെ കൊണ്ടുവരണം. ആക്ച്വലി അവൻ അറിയില്ല അവൻ ആരാണെന്നും അവന്റെ പവർ എന്താണെന്നും. അവൻ ഷിമോറയുടെ ഗ്രാൻഡ് സൺ ആണ്. അവന്റെ പാരന്റ്സ് മരിച്ചതിന് ശേഷം അവൻ വളർന്നു വന്നത് ഒരു ബോർഡിങ്ങിലാണ്. അത് തിരിച്ചറിഞ്ഞ ആൽഫ വില്ലൻ അവനെ ആരും അറിയാതെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു വില്ലനാക്കി മാറ്റി. എനിക്ക് എന്ത് വില കൊടുത്തും സത്യങ്ങൾ അവനെ ബോധ്യപ്പെടുത്തി അവനെ തിരികെ അവന്റെ അച്ഛന്റെ പാതയിലേക്ക് തന്നെ എനിക്ക് കൊണ്ടുവരണം. അതിന് അപ്പാപ്പ മാസ്റ്റർ പറയും, മിണ്ടിപ്പോരുത്, നിന്റെ പല്ലിടിച്ച് ഞാൻ തകർക്കും. അവനോട് ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവൻ ഓൾറെഡി വില്ലന്മാരുടെ ഒരു മെമ്പറായി കഴിഞ്ഞു. അവന്റെ ബോഡിയും മനസ്സും ചിന്താഗതിയും എല്ലാം തന്നെ നെഗറ്റീവാണ്. അതുകൊണ്ട് അവന്റെ പാസ്റ്റ് അറിഞ്ഞാലും അവനെ കൊണ്ട് ചേഞ്ച് ആവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ പവർ മാത്രമാണ്. പക്ഷെ നിന്റെ കഴിവ്, എബിലിറ്റി അതൊന്നും നിനക്ക് നഷ്ടമായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും നീ US സ്കൂളിൽ ഒരു ടീച്ചറായി തുടർന്ന് നിനക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് പോലീസുകാരെല്ലാവരും ചേർന്ന് ചപ്പർത്തലേനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവരാരായിരുന്നു, എന്തായിരുന്നു, എവിടെയുള്ളവരായിരുന്നു, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു കൊണ്ടേയിരിക്കും. അതേസമയം ടോഡ്രോക്കി അവന്റെ വീട്ടിലേക്ക് എത്തുമ്പോ അവന്റെ പപ്പയുടെ റൂമില് എന്തൊക്കെയോ വലിയ ശബ്ദം കേൾക്കും. ഒരുപാട് സൗണ്ട് കേൾക്കുമ്പോ ടോഡ്രോക്കി വിൻഡോ തുറന്ന് റൂമിലേക്ക് നോക്കും. ആ റൂം മുഴുവൻ ഇപ്പൊ തീ വെച്ച് കത്തിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് ദേഷ്യത്തില് വീണ്ടും വീണ്ടും ആളുടെ പവർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. കാരണം സിറ്റിയിലെ തന്നെ നമ്പർ 1 ഹീറോ ആണ് ചിരിക്കുട്ടൻ. ചിരിക്കുട്ടൻ കഴിഞ്ഞ സെക്കൻഡ് പൊസിഷൻ നമ്മുടെ എൻഡവറിനാണ്. ഇപ്പൊ ഓൾറെഡി ചിരിക്കുട്ടന്റെ പവർ അത് പോയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എൻഡവർ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇങ്ങനെ ഒരു വിജയം ആയിരുന്നില്ല ആൾ ആഗ്രഹിച്ചത്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഹീറോ ആള് വീട്ടിലേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഫോണൊക്കെ തോണ്ടി അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അവന്റെ ഫോണിലേക്ക് ഇപ്പൊ ചിരിക്കുട്ടന്റെ മെസ്സേജ് വരും. മെസ്സേജ് കണ്ട ഉടനെ അവൻ റെഡി ആയിട്ട് ബീച്ചിലേക്ക് ഓടും. ബീച്ചിലെത്തുമ്പോ ദൂരത്തായിട്ട് കയ്യിൽ കെട്ടും തലയിൽ കെട്ടൊക്കെ ആയിട്ട് ആള് ക്യാഷ്വലായിട്ട് ഇപ്പൊ തിരയൊക്കെ എണ്ണി അങ്ങനെ നിൽക്കും. ഇസുക്ക് പയ്യൻ ഓടിപ്പോയി ആളെ കെട്ടിപ്പിടിക്കാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും മാസ്റ്റർ അവന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. കാരണം ഇസക്കിന്റെ അനുസരണക്കേട് കാരണം വില്ലന്മാർക്ക് എല്ലാവർക്കും 1/4 പവർ അതിപ്പോ ഇസക്കിന്റെ ബോഡിയിലാണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി. ചിരിക്കുട്ടനാണെങ്കിൽ അവന്റെ പവറും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഇസുക്ക് പയ്യന് ട്രെയിനിങ് കൊടുക്കാൻ അവനെ കൊണ്ടാവില്ല. ഇവിടെ ഇസുക്ക് പയ്യൻ അവൻ ഒരുപാട് വിഷമത്തില് ഇപ്പൊ തല കുനിച്ചു നിൽക്കും. അത് കണ്ട് ചിരിക്കുട്ടൻ ഇപ്പൊ അവനെ കെട്ടിപ്പിടിക്കും. ഇനി മുതല് നിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ US സ്കൂൾ കാണിക്കും. പ്രിൻസിപ്പളിനാണെങ്കിൽ ഇപ്പൊ ചിരിക്കുട്ടനോട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. പ്രിൻസിപ്പൾ ഉടനെ അതൊക്കെ വിട്ട് ഒരു പ്രത്യേക കാര്യം മാസ്റ്റേഴ്സിനോട് പറയും. നമ്മുടെ സ്കൂളില് ഒരു പ്രത്യേക സിസ്റ്റം, അതായത് ഡോം സിസ്റ്റം ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് ക്ലാസ് കഴിഞ്ഞ്
വീട്ടിൽ പോകാൻ പാടില്ല. സ്കൂളിൽ തന്നെ അവർക്ക് നിൽക്കാനുള്ള ഫെസിലിറ്റി അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് ഓരോരുത്തരും സ്റ്റുഡൻസിന്റെ പാരന്റ്സിനെ കണ്ട് അവരെ കൺവിൻസ് ചെയ്യണമെന്ന് ഇപ്പൊ പ്രിൻസിപ്പൾ പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് മാസ്റ്റർ ഇപ്പോ ജിറോയുടെ വീട്ടിലേക്ക് വരും. അവളുടെ പാരന്റ്സിനോട് ഈ ഒരു പുതിയ സെക്യൂരിറ്റി സിസ്റ്റത്തെ കുറിച്ച് മാസ്റ്റർ പറയും. അതിനവളുടെ പപ്പ വമ്പൻ ജാടയൊക്കെ ഇട്ട് മാസ്റ്ററിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അത് കേട്ട് ജിറോ പറയും, ഈ മണ്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. മാസ്റ്റർ വിഷമിക്കണ്ട, എനിക്ക് ഈ പുതിയ സെക്യൂരിറ്റി സിസ്റ്റം ഒരുപാട് ഇഷ്ടമായി, ഞാനിതിന് റെഡിയാണെന്ന് അവള് പറയും. അടുത്തതായിട്ട് ഇപ്പൊ നമ്മുടെ ചിരിക്കുട്ടൻ അവൻ ചപ്രത്തലേന്റെ വീട്ടിലേക്കായിരിക്കും പോവുക. ചപ്രത്തലേന്റെ പപ്പ ആള് സൈലന്റ് ആണ്. പക്ഷെ അമ്മ അവനെ പോലെ തന്നെ ഭയങ്കര ദേഷ്യക്കാരിയാണ്. അവർ രണ്ടുപേരും രണ്ടഭിപ്രായം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടി ബഹളം. അടിയുടെ അവസാനം അവന്റെ അമ്മ പറയും, ഞങ്ങൾ ഇവന്റെ ദേഷ്യവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോ ഇവൻ വലിയൊരു വില്ലനായി തീരും എന്നാണ് കരുതിയത്. പക്ഷെ ഇവനെ ഇത്രയും മാറ്റിയെടുത്തത് അത് US സ്കൂളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും ഈ പ്ലാനിനോട് 100% യോജിപ്പാണ്. പക്ഷെ ഒരു കാര്യം, എല്ലാം കഴിയുമ്പോ എന്റെ മോൻ അവൻ നമ്പർ 1 സൂപ്പർ ഹീറോ ആവണം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ മാസ്റ്റേഴ്സ് പുറത്തേക്ക് വരും. അപ്പൊ അവരുടെ തൊട്ടു പിന്നാലെ ചപ്പർത്തലേനും പുറത്തേക്ക് വരും. അവൻ ചിരിക്കുട്ടനോട് ചോദിക്കും, മാസ്റ്ററും ഇസുക്കു പയ്യനും നിങ്ങൾ തമ്മില് ആക്ച്വലി എന്താണ് കണക്ഷൻ? അത് കേട്ട് ചിരിക്കുട്ടൻ ആള് പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇപ്പൊ അവിടുന്ന് നടന്നു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ചിരിക്കുട്ടൻ ആൾ ഇസുക്കു പയ്യന്റെ വീട്ടിലേക്ക് വരും. മാസ്റ്റർ ആ വീട് മുഴുവൻ ഇപ്പൊ ചുറ്റി നടന്ന് കാണും. അവന്റെ റൂമില് ചിരിക്കുട്ടന്റെ ഒരുപാട് ഫോട്ടോസ്, ബൊമ്മകള് ഒക്കെ കാണുമ്പോ മാസ്റ്ററിന് ആളുടെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മാസ്റ്റർ ഇപ്പോ ഇസുക്കു പയ്യന്റെയും അവന്റെ അമ്മയുടെ അടുത്തേക്ക് വരും. സ്കൂളിൽ നടപ്പാക്കാൻ പോകുന്ന പുതിയ പ്ലാനിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ചിരിക്കുട്ടൻ പറയും. അമ്മ തുറന്നടിച്ചു പറയും, ഇസുക്കു പയ്യനെ ഞാൻ വിട്ടു തരില്ല. കാരണം അവന് ഈ പവർ കിട്ടിയതിന് ശേഷം അവന്റെ കയ്യ്, കാല് എന്നിങ്ങനെ ഓരോരോ പാർട്സ് ആയിട്ട് ഒടിവ് സംഭവിച്ചും പരുക്കു പറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പോയാ ഒരു പക്ഷേ അവനെ എനിക്ക് നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്, അവനെ ഞാൻ വിട്ടു തരില്ല. അതിന് ഇസുക്കു പയ്യൻ പറയും, അയ്യോ ഇല്ല, ഇതൊന്നും മാസ്റ്റേഴ്സിന്റെയോ US സ്കൂളിന്റെയോ പ്രശ്നം കൊണ്ട് എനിക്ക് സംഭവിച്ചതല്ല. ഞാനായിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി തലയിട്ട് എനിക്ക് കിട്ടിയ സമ്മാനമാണ്. എനിക്കൊരു സൂപ്പർ ഹീറോ ആവണമെങ്കിൽ ഉറപ്പായിട്ടും മാസ്റ്ററിന്റെ കൂടെ US സ്കൂളിലേക്ക് പോയേ പറ്റൂ. അതിനമ്മ പറയും, അതിന്റെ ആവശ്യമില്ല, നിനക്ക് സൂപ്പർ ഹീറോ ആവാൻ ഞാൻ മറ്റൊരു സ്കൂള് റെഡിയാക്കി തരാം. അത് കേട്ട് ഇസുക്കു പയ്യൻ അവൻ ഓടി റൂമിലേക്ക് പോവും. എന്നിട്ട് കൊട്ടപ്പയ്യൻ എഴുതിയ ആ ഒരു ലെറ്ററുമായിട്ട് ഇപ്പൊ തിരികെ വരും. ഇസുക്കു പറയും, സൂപ്പർ ഹീറോസിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ചെറിയ പയ്യന്റെ പോലും മനസ്സ് എനിക്ക് എന്റെ പവർ ഉപയോഗിച്ച് മാറ്റാൻ കഴിഞ്ഞു. ഞാൻ എനിക്ക് കിട്ടിയ പവറിനെ ഒരുപാട് സ്നേഹിക്കുന്നു, അതിനെ വിശ്വസിക്കുന്നു. ആ പവർ എന്നെ വിശ്വസിച്ച് എനിക്ക് തന്ന ആളാണ് ചിരിക്കുട്ടൻ. എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ ചിരിക്കുട്ടൻ പോലും ഷോക്കായി പോവും. ചിരിക്കുട്ടൻ മുട്ടുകുത്തി ഇപ്പൊ ഇസുക്കു പയ്യന്റെ മുൻപിൽ നിൽക്കും. അത് കണ്ട് നമ്മുടെ ചെക്കൻ അവൻ ഫ്രീസ് ആയി പോവും. ചിരിക്കുട്ടൻ ഇപ്പൊ ഇസുക്കു പയ്യന്റെ അമ്മയോട് പറയും, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, എന്റെ പവർ അതിപ്പോ ഇസുക്കു പയ്യന്റെ കയ്യിലാണ്. അവനെ കൊണ്ട് മാത്രമേ ഇനി സമാധാനത്തിന്റെ ചിഹ്നമായി മാറാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരൊറ്റ തവണത്തേക്ക് എന്നോട് മാപ്പാക്കി അവനെ എന്റെ കൂടെ തന്നെ അയക്കണം. എന്റെ ജീവൻ കൊടുത്തും ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യും. അത് കേൾക്കുമ്പോ നമ്മുടെ അമ്മയ്ക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല. ഇസുക്കു പയ്യന്റെ അമ്മ പറയും, അവനെ ഞാൻ നിങ്ങളുടെ കൂടെ അയക്കാം. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, അവന്റെ ഫുൾ പ്രൊട്ടക്ഷനും മാസ്റ്റർ ഏറ്റെടുക്കണം. മാത്രമല്ല അവൻ തിരിച്ചു വരുമ്പോ ഒരു നമ്പർ 1 ഹീറോ ആയിരിക്കണം. അത് കേട്ട് ചിരിക്കുട്ടൻ ഇപ്പൊ അമ്മയ്ക്ക് വാക്ക് കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കടലിന് നടുക്കുള്ള വലിയൊരു ജയിൽ കാണിക്കും. ഈ ഒരു ജയിലിലാണ് ആൽഫ വില്ലനെ അവനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ഒരു ഡോമർ വില്ലനും അവന്റെ ശിങ്കിടികളും. അവരങ്ങനെ കലി കയറി അടുത്ത പ്ലാൻ ആലോചിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.